ഇന്നത്തെ നമ്മുടെ യാത്ര സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിലേക്കാണ്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിനെ അഭിമുഖീകരിച്ച് കണ്ണൂർ പട്ടണത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് സെൻറ്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ കോട്ട എന്നും ഈ കോട്ട അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 40 അടി ഉയരത്തിലാണ് കോട്ട. 1745 മുതൽ 55 കാലത്തെ ഡച്ച് കമാൻഡന്റിന്റെ ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ വിവരങ്ങൾ പഴയ ഡച്ച് ഭാഷയിൽ കൊത്തിയ ശിലാഫലകം കോട്ടയിൽ കാണാൻ സാധിക്കും. പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ഡ അൽമേഡ ആണ് 1505 ഈ കോട്ട നിർമ്മിച്ചത്. കോലത്തിരി രാജാവിൻ്റെ സ്ഥലത്ത് 1505 ഒക്ടോബറിൽ കോട്ട പണി തുടങ്ങി. 5 ദിവസം കൊണ്ട് ആദ്യ രൂപം പൂർത്തിയാക്കി. 158 വർഷം പോർച്ചുഗീസുകാർ കോട്ട ഭരിച്ചു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും 1663 ഈ കോട്ട പിടിച്ചടക്കി. ചെലവ് ചുരുക്കാനായി ഡച്ചുകാർ കോട്ടയുടെ വലിപ്പം കുറച്ചു. 110 വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു. 1,00,000 രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലിരാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിന്റെ അടിയിൽ കൂടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സൈനികർക്ക് രക്ഷപ്പെടാനാണ് ഈ തുരങ്കം ഉണ്ടാക്കിയത് എന്നാണ് വിശ്വാസം. സെന്റ് ആഞ്ചലോ ഫോർട്ട് കാണുന്നവർക്കായി പയ്യാമ്പലം ബീച്ച്, മീൻകുന്നം ബീച്ച്, മുഴുപ്പിലങ്ങാടി ബീച്ച്, പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, കണ്ണൂർ, തലശ്ശേരി കോട്ട എന്നിവയെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹലോ, റൂമൊക്കെ ഉണ്ട് കേട്ടോ. മുഴപ്പിലങ്ങനാടി ഡ്രൈവ് ഇൻ ബീച്ചിൽ വന്നിരിക്കുന്നു. അതാണ് ഏഷ്യാസ് ലാർജസ്റ്റ് ഡ്രൈവ് ഇൻ ബീച്ച്. ഈ ഒരു എക്സ്പീരിയൻസ് വേറെ ഒരിടത്തുനിന്നും കിട്ടത്തില്ല. മണലിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ്, അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇതാണ് മുഴപ്പിലങ്ങാടി ഡ്രൈവ് ബീച്ച്. എന്നും കാണാൻ പറ്റും. ഇതാണ് അറേബ്യൻ സീ. വെള്ളമൊക്കെ നല്ല ചാടി ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ കയറ്റാൻ പറ്റും വണ്ടി? മേ അകത്തോട്ട് വെള്ളത്തിനകത്തോട്ട് കയറ്റാൻ പറ്റുമോ? ഇല്ലല്ലേ, പറ്റത്തില്ല. സൈലൻസറൊക്കെ കയറി ഒരിക്കലും ഉള്ളത്. ഡ്രൈവിംഗ് ബീച്ച് ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് തോന്നുന്നുണ്ടോ? നമുക്കിവിടെ നീന്താൻ അറിയുന്നുണ്ട്. ഓ, അവിടെ ഇരുന്ന് വീലി കേട്ടോ. നമ്മളിപ്പം ഓൾമോസ്റ്റ് കടലിനടുത്തായി, വെള്ളത്തിനടുത്തായി. എൻ്റെ ആ ഒരു ഏരിയയിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി പോവോ അതോ ഫൈറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ വഴിയുണ്ട്, വേറെ മോളിൽ കൂടി വഴിയുണ്ട്. കടമൻ്റെ മമ്മിക്ക് പിന്നെ നീന്തൽ അറിയുന്നുണ്ട്, പ്രശ്നമില്ല. തോട്ടി ചാടി മൈലപ്പുറയല്ലേ? കടമറ്റ
നീന്തൽ നീന്തൽ വിദഗ്ധയാണ്. രാത്രിയില് മൊത്തം 2.5 കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഒരു ഡ്രൈവ്. ഒരു സൈഡ് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ ഒരു 2.5 കിലോമീറ്റർ, മൊത്തം 5 കിലോമീറ്റർ ആണ് ഇവിടെ ഓടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതാണ് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. ഇങ്ങോട്ട് നീണ്ട ബീച്ചായിട്ടോ. വൺ സൈഡ് 2.5 കിലോമീറ്ററിലാണ്. സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിൽ. കണ്ണൂർ കട്ടട വന്നേക്കാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിച്ചണിൽ പോയി നോക്കാം. നമ്മളൊരു തട്ടുകട വന്നിട്ടുണ്ട്. ഇവിടെ നല്ല സ്പെഷ്യൽ ഐറ്റംസ് ആണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിഷ് ഫ്രൈ, കപ്പ, ബീഫ്, ചിക്കൻ, എല്ലാ പരിപാടിയുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്. ഇവിടെ പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് ഉള്ളത് ഐറ്റംസ്? എന്തൊക്കെയുള്ളത് ഐറ്റംസ്? ചിക്കൻ റോൾ ഉണ്ട്. ചിക്കൻ റോളാണ്. ചിക്കൻ റോള്, പിന്നെ അവിടെ കാണുന്നുണ്ട് പപ്സ്, പിന്നെ സമോസ, ഇത് നമ്മുടെ ഉണ്ടപ്പുട്ട്, പിന്നെ ഉന്നക്കായി ഉണ്ടായിരുന്നു. ഉന്നക്കായി. ഇത് ഈ സംഭവമാണ് പത്തിരി നൈപ്പത്തില്. അത് മുട്ടയപ്പം. പല സ്ഥലങ്ങളിലും മുട്ടയപ്പം, വെള്ളയപ്പം എന്ന് പറയും, നെയ്യപ്പം. പിന്നെ അതല്ലാതെ ബീഫും കപ്പ, കുട്ട ബീഫ്, അങ്ങനത്തെ ഒത്തിരിയും പരിപാടികളുണ്ട്. അടിപൊളി സൂപ്പർ സംഭവമാണ്. നമ്മുടെ സ്റ്റേയിലെത്തിയിരിക്കുന്നു. നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് രാത്രിയിലത്തെ ഒരു ആംബിയൻസ്. ജോനു. അപ്പോൾ ജോനിൻ്റെ കുറുക്കൊക്കെ കൊടുത്തു കഴിക്കാൻ പോകാം. ഇരിക്കണം.